എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഒക്ടോബർ 9-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് ഡോക്ടർക്കെതിരെ രോഗിയുടെ ആക്രമണമുണ്ടായി. ഡോക്ടറുടെ തലക്ക് വെട്ടേറ്റു. ഇതേ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ ഡോക്ടർമാരുടെ മിന്നൽ സമരമുണ്ടായി. നാളെ 9-ാം തീയതിയും കോഴിക്കോട് ജില്ലയിൽ അത്യാഹിത വിഭാഗം ഒഴികെയുള്ള എല്ലാ ചികിത്സാ നടപടികളും ബഹിഷ്കരിച്ചുകൊണ്ട് സമരം നടത്തുമെന്ന് KGMOയെ കോഴിക്കോട് ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു. സ്വർണ്ണവിലയിൽ ഇന്നും വലിയ വർധനവുണ്ടായി. ഇതോടെ 1 പവൻ സ്വർണത്തിന് 90,000 രൂപ കവിഞ്ഞു. ഇന്ന് ഒക്ടോബർ 8-ാം തീയതി പവന് 840 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ 1 പവൻ സ്വർണത്തിന് 90,320 രൂപയും ഗ്രാമിന് 105 രൂപ വർദ്ധിച്ച് 11,290 രൂപയുമായി. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനാകില്ലെന്ന് കേന്ദ്ര നിലപാടിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കേന്ദ്ര നിലപാട് അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുത്തുന്നതാണ് എന്ന് കോടതി പറഞ്ഞു. സഹായിക്കാൻ കഴിയില്ല എന്നല്ല, മനസ്സില്ല എന്ന് തുറന്നു പറയാൻ കേന്ദ്രം ആർജവം കാണിക്കണം എന്നും കേരളത്തോട് ചിറ്റമ്മ നയമാണ് എന്നും ഗുജറാത്തിനും ഹരിയാനക്കും ആസാമിനും പണം നൽകുമ്പോൾ ഈ നിലപാട് അല്ലല്ലോ എന്നും കോടതി തുറന്നടിച്ചു. നിലവിലെ ബാങ്കിംഗ് നിയമങ്ങൾ അനുസരിച്ചും ദുരന്ത നിവാരണ നിയമം അനുസരിച്ചും വായ്പ എഴുതിത്തള്ളാൻ ആകില്ല എന്നായിരുന്നു കേന്ദ്രത്തിന്റെ ന്യായീകരണം. ഫന്റാസ്റ്റിക് എന്നായിരുന്നു ഇതിന് കോടതിയുടെ പ്രതികരണം. റിസർവ് ബാങ്കിന് മുകളിൽ കേന്ദ്രത്തിന് അധികാരം ഇല്ലെന്നാണോ പറയുന്നത് എന്നാണ് കോടതി പരിഹസിച്ചത്. നിങ്ങൾ ആരെയാണ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്? കേന്ദ്രമില്ലെങ്കിൽ റിസർവ് ബാങ്ക് ഉണ്ടോ? ബാങ്കുകളിൽ ഇടപെടാൻ കേന്ദ്രത്തിന് കഴിയില്ല എന്നാണോ ന്യായം പറഞ്ഞ് വരേണ്ട? പറ്റില്ലെങ്കിൽ അത് പറ്റില്ല എന്ന് പറയണം. എന്തിനാണ് ഇത്തരത്തിൽ സത്യവാങ്മൂലം നൽകുന്നത് എന്നും ഹൈക്കോടതി ചോദിച്ചു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നവംബർ 26 മുതൽ ആരംഭിച്ചതിന്റെ വിതരണം ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു. 4-ാം തീയതിക്കുള്ളിൽ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് ഉത്തരവ് ഉണ്ടായിരുന്നത് എങ്കിലും പല സ്ഥലങ്ങളിലും വിതരണം താമസിച്ചു. എന്തായാലും 99% പെൻഷൻ വിതരണം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. പെൻഷൻ കിട്ടാത്ത ഒരുപാട് ആളുകൾ കമന്റിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പഞ്ചായത്ത് പെൻഷൻ വിഭാഗവുമായിട്ട് ബന്ധപ്പെടണമെന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. സേവന വെബ്സൈറ്റിൽ പെൻഷന്റെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും കാരണം കൊണ്ട് മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് അതിൽ അറിയാൻ കഴിയുന്നതാണ്. കേന്ദ്രവിഹിതം 300, 200, 500 കുറവുള്ള ആളുകളും പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ നിങ്ങളുടെ പുതിയ ആധാർ കാർഡിന്റെ കോപ്പിയാണ് നൽകേണ്ടത്. അതോടൊപ്പം തന്നെ ബാങ്കിൽ ആധാർ CD നടത്തിയിട്ടുണ്ട്, KYC നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തുക. ഒക്ടോബർ മാസത്തെ പെൻഷൻ നേരത്തെ ആരംഭിക്കും. ഈ മാസത്തെ കടമെടുപ്പ് 21-ാം തീയതിയാണ് വരുന്നത്. 24-ാം തീയതി വെള്ളിയാഴ്ചയെങ്കിലും തുക വിതരണം ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ് വിവരം. 21-ാം തീയതി തുക കടമെടുത്ത് കഴിഞ്ഞതിന് ശേഷം 22, 23 തീയതികളിലായി ഉത്തരവ് വരികയും 24-ാം തീയതി വെള്ളിയാഴ്ചയോട് കൂടിയിട്ട് തുക വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുടങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ സെപ്റ്റംബർ മാസത്തേത് മുടങ്ങി. ഇതോടെ കുടിശ്ശികയുടെ എണ്ണം 18 ഈ മാസത്തേത് വിതരണം ചെയ്താൽ മാത്രമേ അത് 17 ചുരുങ്ങൂ. ഈ മാസം അവസാനത്തോടു കൂടി പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയുന്നത്. കഴിഞ്ഞ മാസവും അവസാനത്തോടു കൂടി വിതരണം ചെയ്യും എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് എങ്കിലും വിതരണം നടന്നില്ല. നമ്മുടെ സുഹൃത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡുമായിട്ട് സംസാരിച്ച ഓഡിയോ നിങ്ങളൊന്ന് കേൾക്കുക. ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ ഓഫീസല്ലേ? അതെ. മാഡം, ഈ മാസം പെൻഷന്റെ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? ഈ മാസം പെൻഷൻ ഉണ്ട്, ലാസ്റ്റ് ഒക്കെ ആവും വായിക്കാം. ലാസ്റ്റേ ആവത്തുള്ളൂ. അത് കുടിശ്ശിക വല്ലതും കൊടുക്കുന്നുണ്ടോ? കുടിശ്ശികയുടെ കാര്യമൊന്നും അതിന്റെ അറിയിപ്പൊന്നും വന്നിട്ടില്ല. അതൊക്കെ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെയാണെന്നുള്ളത്. അല്ലേ? ആ. ഇപ്പൊ 18 മുടക്ക്. ഇപ്പൊന്നും ഈ മാസം ലാസ്റ്റിൽ തന്നെ ഉണ്ടാവത്തുള്ളൂ അല്ലേ? കഴിഞ്ഞ മാസം കൊടുത്തിട്ടില്ല. അയച്ചിട്ടില്ല. ഈ മാസത്തെ അറിയിപ്പൊന്നും വന്നിട്ടില്ല. എന്നാലേ അറിയാൻ പറ്റൂ. വന്നാലേ അറിയാൻ പറ്റുള്ളൂ. ചെയ്യുന്നത് ഭയങ്കര ചതിയല്ലേ ഇത്? ശരി സാർ. ഓക്കെ. ശരി.
എന്ത് തന്നെ ന്യായം പറഞ്ഞാലും ഇത് വളരെ അനീതിയാണ്, ചതി തന്നെയാണ്. നിരവധി പെൻഷൻ ഗുണഭോക്താക്കളാണ് വാർദ്ധക്യകാലത്തിൽ അവർക്ക് മരുന്ന് പോലും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് വിയർപ്പിന്റെ ഒരു അംശാദായം അടച്ച് നേടിയിട്ടുള്ള പെൻഷനാണ് ഇതുപോലെ മുടങ്ങിയിട്ടുള്ളത്. പ്രവാസി പെൻഷനും കഴിഞ്ഞ മാസം മുടങ്ങി. അവരുടെ ഓഫീസിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഇനി പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ അഡൽട്ട് പെൻഷൻ യോജന പദ്ധതിയെ കുറിച്ചാണ്. വാർദ്ധക്യകാലത്തിൽ മറ്റുള്ള ആളുകളുടെ ആശ്രയം ഇല്ലാതെ സ്വന്തമായിട്ടൊരു വരുമാനം അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ ഒരു സഹായം എന്നുള്ള രീതിയിൽ 60 വയസ്സ് കഴിയുമ്പോൾ 5000 രൂപ വരെ ലഭിക്കുന്ന പെൻഷൻ പദ്ധതിയാണ് അഡൽട്ട് പെൻഷൻ യോജന പദ്ധതി. ഇത് സർക്കാർ പിന്തുണ പദ്ധതി ആയതിനാൽ വിശ്വസനീയമാണ്. ഇതൊരു നിക്ഷേപ പെൻഷൻ പദ്ധതിയാണ്. പദ്ധതി പ്രകാരം നിങ്ങളുടെ പ്രായത്തിന് അടിസ്ഥാനമാക്കി ഓരോ മാസവും അംശാദായം അടച്ചുകൊണ്ടാണ് പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. 60 വയസ്സിന് ശേഷം 5000 രൂപ വരെയാണ് പ്രതിമാസ പെൻഷൻ ലഭിക്കുക. 18 വയസ്സ് പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ കാലയളവിലെ അംശാദായ അടവ് 210 രൂപയായിരിക്കും. 60 വയസ്സിന് ശേഷം 5000 രൂപ ഇങ്ങനെയുള്ള ആളുകൾക്ക് പെൻഷൻ ലഭിക്കും. പദ്ധതിയിൽ ചേരുന്നതിന് നിങ്ങളുടെ ബാങ്കുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബാങ്ക് ശാഖ സന്ദർശിക്കുകയും അവിടെ നിങ്ങളുടെ KYC പ്രോസസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഓഫീസറെ കാണുകയും ചെയ്യുക. തുടർന്ന് സ്കീം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യപ്പെടും. കൂടാതെ നിങ്ങൾക്ക് ഒരു പെൻഷൻ പ്ലാൻ തിരഞ്ഞെടുക്കേണ്ടി വരും. പ്രതിമാസം 1000 അല്ലെങ്കിൽ 2000, 3000, 4000 അല്ലെങ്കിൽ 5000 രൂപ എന്നിങ്ങനെയുള്ള രീതിയിൽ എത്രയാണ് അംശാദായം അടയ്ക്കേണ്ടത് എന്നുള്ളതും അവിടെ നിന്നും വിവരം ലഭിക്കും. തുടർന്ന് അംശാദായം അടച്ച് പദ്ധതിയുമായി മുന്നോട്ട് പോകാവുന്നതാണ്. ചുമ മരുന്ന് കഴിച്ചുള്ള ദുരന്ത മരണം. 2 കുട്ടികൾ കൂടി മരിച്ചതോടെ മധ്യപ്രദേശിൽ ചുമ മരുന്ന് മരണങ്ങൾ 20 കൂടാതെ ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയിട്ടുള്ള 2 കമ്പനികളുടെ മരുന്നുകളുടെ വിതരണവും വിൽപ്പനയും സംസ്ഥാനത്ത് അടിയന്തരമായി നിർത്തിവെച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. തമിഴ്നാട് കാഞ്ചീപുരത്ത് പ്രവർത്തിക്കുന്ന ശ്രീശൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ എല്ലാ മരുന്നുകളും നിരോധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതിന് തമിഴ്നാട് ഡ്രഗ് കൺട്രോളർ നടപടി സ്വീകരിച്ച സാഹചര്യത്തിലാണ് കേരളത്തിലും നിരോധനം. ഗുജറാത്തിലെ റെഡ് നെക്സ് ഫാർമസ്യൂട്ടിക്കൽ പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിച്ച റെസ്പി ഫ്രഷ് TR 600 ml സിറപ്പ് ബാച്ച് നമ്പർ R01 GL 2523 എന്ന മരുന്നും നിരോധിച്ചിട്ടുണ്ട്. ഈ ബാച്ചിന് ഗുണനിലവാരം ഇല്ല എന്ന് ഗുജറാത്ത് ഡ്രഗ് കൺട്രോളർ അറിയിച്ച സാഹചര്യത്തിലാണ് നടപടി. നിർദ്ദേശം മറികടന്ന് വിൽപ്പന നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഈ മരുന്ന് കൈവശം ഉള്ളവർ ഉപയോഗിക്കരുത് എന്നും സർക്കാർ ആശുപത്രികളിൽ ഇവ വിതരണം ചെയ്യുന്നില്ല എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മരുന്ന് നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമ മരുന്ന് നൽകരുത് എന്നത് അടക്കമുള്ള കർശന നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തി ഡ്രഗ് കൺട്രോളർ നേരത്തെ തന്നെ സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ഇതോടൊപ്പം സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്ന എല്ലാ ചുമ മരുന്നുകളിലും നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട്. മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ 18 കുട്ടികൾ മരിച്ചതിനെ തുടർന്ന് തമിഴ്നാട് ഡ്രഗ് കൺട്രോൾ വകുപ്പ് കാഞ്ചീപുരത്തെ ശ്രീശൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ പ്ലാന്റ് പൂട്ടാനും ഉത്തരവായിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് 3 ദിവസം മുമ്പ് തന്നെ കമ്പനി പൂട്ടിയിരുന്നു. നോട്ടീസ് കമ്പനിക്ക് മുന്നിൽ പതിക്കുകയും ചെയ്തു. കമ്പനിയുടെ കോൾഡ്രിഫ് സിറപ്പ് കഴിച്ചതിനെ തുടർന്നാണ് കുട്ടികൾ മരിച്ചത് എന്നാണ് ആരോപണം. 5 ദിവസത്തിനകം കമ്പനി വിശദീകരണം നൽകണമെന്നും നിർദ്ദേശമുണ്ട്. പരിശോധനയിൽ കമ്പനിയുടെ മരുന്ന് നിർമ്മാണത്തിൽ 350-ലേറെ പിഴവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. മരുന്ന് നിർമ്മാണ യൂണിറ്റിൽ അടിസ്ഥാന സൗകര്യങ്ങളോ യോഗ്യതയുള്ള ജീവനക്കാരോ ഉണ്ടായിരുന്നില്ല. വൃത്തിഹീനമായ സാഹചര്യങ്ങൾ, കേടായ ഉപകരണങ്ങൾ എന്നിവയിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച കണ്ടെത്തിയിട്ടുണ്ട്. ഡൈ എത്തലീൻ ക്ലോറൈഡ് DEG ഉൾപ്പെടെയുള്ള ഫാർമ ഗ്രേഡ് അല്ലാത്ത രാസവസ്തുക്കൾ ഉൽപാദനത്തിന് ഉപയോഗിച്ചിരുന്നു. മരിച്ച കുട്ടികളുടെ വൃക്കയിൽ നടത്തിയ പരിശോധനയിൽ ഉയർന്ന അളവിൽ ഡെത്തലീൻ ഗ്ലോക്കോൾ വിഷബാധ കണ്ടെത്തി. ബാച്ച് SR13 48.6% ഡൈ എത്തലീൻ ഗ്ലോക്കോൾ ഉണ്ടായിരുന്നു. ഇത് അനുവദനീയമായ പരിധിയുടെ 500 മടങ്ങ് കൂടുതലാണ്.
ഒക്ടോബർ 1 മുതൽ തമിഴ്നാട് സർക്കാർ കോൾഡ് സിറപ്പുകളുടെ വിൽപ്പന നിരോധിച്ചിരുന്നു. തുടർന്ന് കേരളം, രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളും ഇതിന്റെ വിൽപ്പനയും നിരോധിച്ചു. സംസ്ഥാന ഡ്രഗ് കൺട്രോളർ പുറത്തിറക്കിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യാതൊരു കാരണവശാലും ചുമ മരുന്ന് നൽകരുത്. അവർക്ക് തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ തേനും ഇഞ്ചിയും ചേർത്തുള്ള പരമ്പരാഗത രീതിയിലുള്ള ചികിത്സാ മാർഗമോ പിന്തുടരണം. 2 മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ അളവും കൃത്യമായിട്ടുള്ള വിവരവും നൽകിയതിന് ശേഷം മാത്രം മരുന്ന് നൽകണം. നിരോധിച്ചിട്ടുള്ള മരുന്നുകൾ സ്റ്റോക്ക് വെക്കാനോ വിൽപ്പന നടത്താനോ പാടില്ല. ഇത്തരം മരുന്നുകൾ മുമ്പ് വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അവ ഉപയോഗിക്കരുത് എന്നും സംസ്ഥാന ഡ്രഗ് കൺട്രോളർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയും ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ചുമ മരുന്നുകൾ, കുട്ടികൾക്ക് മുമ്പ് കൊടുത്തിരുന്ന മരുന്നുകളെല്ലാം കളയുന്നതാണ് നല്ലത്. അപ്പൊ ഏത് കമ്പനിയുടെ മരുന്നായാലും അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പല ആളുകളും കുറച്ചു കാലത്തിന് ശേഷവും ആ മരുന്ന് ഉപയോഗിക്കാറുണ്ട്. കാരണം അതിന്റെ എക്സ്പയറി ഡേറ്റ് കുറച്ചും കൂടി അധികം നാൾ അത് എഴുതിയിട്ടുണ്ടാകും. പക്ഷെ ആ അവസ്ഥയിലുള്ളതും ഈ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഓർമ്മിപ്പിക്കാനുള്ളത്. അത് ഏത് കമ്പനിയുടേതായാലും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം.